ഹായ് ഫ്രണ്ട്സ്, വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഒരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കാൻ ഞാനിപ്പോൾ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ഞാൻ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലില്ലാത്തതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലില്ലാത്തത് എടുക്കാതില്ല എന്നുണ്ടെങ്കിൽ എല്ലുള്ള ബീഫായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചുവന്നുള്ളിയാണ്. ഞാനൊരു 100 ഗ്രാമോളം ചുവന്നുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒരു 1/4 നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ചുവന്നുള്ളി നമ്മളൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ കണ്ടില്ല, ഞാൻ മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത്രയും നമുക്കിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളി എടുക്കുന്ന സമയത്ത് ഞാനൊരു 10 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ എടുക്കാൻ. ഈ വെളുത്തുള്ളി നമുക്ക് മുഴുവനായിട്ട് തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പീസ് ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തതിന് പകരമായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ നമുക്കിത് കൂടെ ചേർത്തിട്ട് പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ 5 എടുത്തിട്ടുള്ളത്. നിങ്ങൾ വലുതൊക്കെ ആണെങ്കിൽ ഒരു 3 വരെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ പച്ചമുളക് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലോട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുരുമുളക് നല്ല പൊടിയായിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് നന്നായിട്ട് ചതച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി കുറച്ച് ഗരം മസാലയാണ് വേണ്ടത്. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടികളും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കൊരു ഇതുപോലെയുള്ള ഒരു നാരങ്ങേൻ്റെ നീര് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മളിതിലോട്ട് തൈരോ തക്കാളിയോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ, പിന്നെ വെള്ളം ചേർക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നാരങ്ങേൻ്റെ നീര് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് ഞാൻ അത് നന്നായിട്ട് തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിലാണ് ഇതിപ്പോൾ വേവിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് ഞാൻ വേവിച്ചെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ വരുന്ന വരെയൊക്കെയാട്ടോ വേവിച്ചെടുക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് വേവേണ്ട, നമുക്കൊരു 90% ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഒരു 4 വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് ആ പ്രഷറൊക്കെ ഒന്ന് റിലീസായ സമയത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആ ബീഫൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫുള്ള് നല്ല പോലെ കുക്കായിട്ടില്ല, എന്നാലും ഒരു 90% കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വേണം നമ്മളിതിന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചുവന്നുള്ളിയാണിത്. അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു പാനിലോട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം.
ചുവന്നുള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം പിന്നെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 2 വറ്റൽമുളക് ഒന്ന് ചതച്ചിട്ടെടുത്തതാണ്. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒരുപാട് കറക്കിയെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മളൊട്ടും വെള്ളം ചേർത്തിട്ടില്ല, എന്നാൽ പോലും അതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ബാക്കി കൂടെ നന്നായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ അത് ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മിനിറ്റ് കൂടെ ഇതൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. അപ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ബീഫൊക്കെ നന്നായിട്ട് കുക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് ഒരുപാട് സമയത്തിൻ്റെ മെനക്കെടൊന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബീഫ് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസൊക്കെ മിസ് ആവാതെ കിട്ടാൻ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.